ഇനി നമ്മൾ പഠിക്കാൻ പോണത് ടൈറ്റിൽസ് ആണ്. ടൈറ്റിൽ കണ്ടിട്ട് ഒരു പുസ്തകം വായിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ടൈറ്റിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മൂവി ആളുകൾ കാണും. അപ്പോൾ അട്രാക്റ്റീവായിട്ട് എങ്ങനെ ടൈറ്റിൽസ് നമുക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇനി പഠിക്കാൻ പോകുന്നതാണ് ക്രെഡിറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത്, ലോവർ തേർഡ് എങ്ങനെ ആഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മൂവിയുടെ എൻഡിൽ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളത്. പിന്നെ ലോവർ തേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ സീനിന് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ കൊടുക്കാം, ഇതെല്ലാം നമുക്ക് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളിവിടെ മുകളിലേക്ക് പോയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് 3 ബട്ടൺ ഉള്ളത് കാണാം. അതിൽ 3ാമത്തെ ബട്ടൺ ടൈറ്റിൽസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹിറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽസ് എന്നുള്ള ഒരു കാറ്റഗറി കാണാം. അതിന് സബ് കാറ്റഗറി ഉണ്ട്. ഓരോ സബ് കാറ്റഗറിയിലും ഓരോ ടൈറ്റിൽസിൻ്റെ ഡിഫറെൻറ്റ് അനിമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമുക്ക് FCPയുടെ കൂടെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടും ടൈറ്റിൽസ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ അത് നിങ്ങൾക്ക് FCPയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഞാൻ ആദ്യത്തെ ഈ സെക്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഒത്തിരി കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞതുള്ളത് ബേസിക് 3D എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റൈലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ അതിലൊന്ന് സ്കിം ചെയ്ത് നോക്കിയാൽ നമുക്ക് പ്രിവ്യൂവിൽ അത് കാണാൻ പറ്റും. ഇതിൻ്റെ ആക്ച്വലി ബേസിക്കലി ഇത് എന്താണ്, ഇതിൻ്റെ അനിമേഷൻ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാം. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ അത് ഫെയ്ഡിനൊരു എഫക്റ്റുള്ള 3D ആണ്. അപ്പോൾ ഒരു ജസ്റ്റ് അതിൻ്റെ എൻഡിലോട്ട് പോകുമ്പോൾ അത് ഫെയ്ഡ് ആവുന്ന കണ്ടോ. അപ്പോൾ ഇങ്ങനെ കാറ്റഗറി മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഓരോരോ വ്യത്യാസങ്ങൾ ഓരോ ടൈറ്റിൽസിനും ഉണ്ട്. ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിനകത്ത് കണ്ടത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ടൈറ്റിൽ നമ്മളുടെ സ്റ്റോറി ലൈനിലേക്ക് നിങ്ങളുടെ ക്ലിപ്പിൻ്റെ മുകളിൽ വരും. ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കി. ഇത് കണ്ടോ, അവിടെ ഇപ്പോൾ ടൈറ്റിൽ വന്നു. അപ്പോൾ ആ ടൈറ്റിലെ നമ്മളിനി പ്ലേ ഹെഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈറ്റിൽ ആ വീഡിയോയുടെ എബോവ് അതിൻ്റെ മുകളിൽ തന്നെ കാണാം. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നേരെ അവിടെ കൊണ്ടുവന്ന് കഴ്സർ വെച്ചിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ എന്നാന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതേ സംഭവം നമ്മളുടെ ഇൻസ്പെക്ടറിലും പോയി നമുക്ക് ചെയ്യാം. നമുക്ക് ടൈറ്റിലിനൊരു ഇൻസ്പെക്ടർ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത ഒരു ടൈറ്റിൽ ഡിലീറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആ ടൈറ്റിൽ സെലക്ട് ചെയ്യുക, നമ്മളുടെ കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ നമ്മളുടെ സ്റ്റോറി ലൈനിൽ നിന്ന് ഡിസപ്പിയർ ആവും. പക്ഷേ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ റൂട്ടിൽ പോയി, അതായത് മുകളിലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്കിം ചെയ്ത് പിന്നെ ഓരോ ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ടൈറ്റിൽ സെലക്ട് ആവും. ആ ടൈറ്റിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഒരു ഷോർട്ട് കട്ട് കീ വെച്ചിട്ട് ആഡ് ചെയ്യാം. Ctrl+T പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് വേണ്ട ബേസിക് ടൈറ്റിൽസ് എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ കഴ്സറിൻ്റെ പൊസിഷൻ സ്ലൈഡിന് തൊട്ട് മുമ്പാണ്. എനിക്കിപ്പോൾ അവിടെ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+T പ്രസ് ചെയ്താൽ ഇതുപോലെ ടൈറ്റിൽ അവിടെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിനെ ഡിഫോൾട്ട് ടൈറ്റിൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള ബേസിക് ടൈറ്റിൽ ആഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊജക്റ്റിൽ ഒരു ടൈറ്റിലായിരിക്കും എപ്പോഴും നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ടൈറ്റിൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും Ctrl+T പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യുന്നു. ആ സ്റ്റൈലിൽ നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഡിഫോൾട്ട് ടൈറ്റിൽ സെറ്റ് ചെയ്യാനുള്ള. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനത് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇതായിരിക്കും ഇനി Ctrl+T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വരാൻ പോണേ. നമുക്കൊന്ന് നോക്കാം. ഞാൻ Ctrl+T പ്രസ് ചെയ്യാൻ പോവാണ്. Ctrl+T പ്രസ് ചെയ്തു. ഇത് കണ്ടോ, ഇപ്പോൾ വന്നേക്കുന്ന ടൈറ്റിൽ ആ ഡിഫോൾട്ട് 3D ആയിട്ടുള്ള നമ്മൾ ചൂസ് ചെയ്ത സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ലോവർ തേർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ആഡ് ചെയ്യാം. ടൈറ്റിൽ പോലെ ഇരിക്കും, പക്ഷേ ടൈറ്റിലല്ല. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില സീനിൻ്റെയൊക്കെ അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് വിവരങ്ങൾ എഴുതി കൊടുക്കുന്നത്. അതാണ് ലോവർ തേർഡ്. അപ്പം നമുക്ക് നോക്കാം ശരിക്കും എന്താണ് ഈ ലോവർ തേർഡ് എന്നുള്ളത്. നമ്മളിപ്പം നമ്മുടെ ഈ ടൈറ്റിൽ സെക്ഷനിലേക്ക് തന്നെ പോയാൽ നിങ്ങൾക്ക് ലോവർ തേർഡിന് ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമുക്കിപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാം. ഇതുണ്ട്, ഇവിടെ ലോവർ തേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോവർ തേർഡ് ഇതാണ്. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ പ്രൈമറി സ്റ്റോറി ലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോവർ തേർഡ് ആയി. ആ ലോവർ തേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനും ഉണ്ട്, ഒരു ടൈറ്റിലും ഉണ്ട്. അത് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കേണ്ട, ചെറുതായിട്ടൊരു സീനിൻ്റെ ഐഡിയ എന്നാന്ന് പിടികിട്ടാനൊക്കെ ഈ ലോവർ തേർഡാണ് നമ്മൾ പൊതുവേ ആഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് നമുക്ക് ക്വിക്കായിട്ട് ആഡ് ചെയ്യാം. അതിന് നമ്മളൊരു ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്. ആ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+T. അപ്പോൾ Ctrl+Shift+T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ തേർഡ് വരും. ഈ ലോവർ തേർഡും നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ചൂസ് ചെയ്യാം. ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഡിഫോൾട്ടാക്കി മാറ്റിയാൽ ആ ഡിഫോൾട്ട് ലോവർ തേർഡ് ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകണം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം നിങ്ങളോട് പരിചയപ്പെടുത്തണം എന്ന് ഓർത്തത്, നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത ടൈറ്റിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, പ്രൈമറി സ്റ്റോറി ലൈനിലെ വീഡിയോ ക്ലിപ്പുകളുടെ മുകളിലെല്ലാം വന്നേക്കുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നുന്നു ഒരു വീഡിയോയ്ക്ക് ഒരു സെക്ഷൻ ഉണ്ടാക്കണം, ഒരു ക്ലിപ്പായിട്ട് ഇത് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ടൈറ്റിൽ എന്തും ഡ്രോപ്പ് ചെയ്തിടാം. എങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം? നിങ്ങൾക്ക് പ്രൈമറി സ്റ്റോറി ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സെക്ഷനായിട്ട് ഡിവൈഡ് ആവും. നമുക്കങ്ങനെ ചെയ്ത് നോക്കിയാലോ? ഇപ്പം നമ്മളൊരു ടൈറ്റിൽ എടുക്കുന്നു, ആ ടൈറ്റിലിനെ ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് ഞാൻ എവിടെ ഇടുന്നത്? പ്രൈമറി സ്റ്റോറി ലൈനിൽ കൊണ്ടിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാവുന്ന വീഡിയോ കണ്ടാൽ അറിയാം, വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഒരു ടൈറ്റിൽ കയറി വരും. അപ്പോൾ ഒരു സെക്ഷൻ, വീഡിയോയുടെ ഒരു സെക്ഷൻ തീർന്നു, അടുത്ത സെക്ഷനായിട്ടൊക്കെ നിങ്ങൾക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ കൊണ്ടുവന്ന് ഇതുപോലെ ടൈറ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് ഇങ്ങനെ പ്രൈമറി സ്റ്റോറി ലൈനിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഈ പ്രൈമറി സ്റ്റോറി ലൈനിൻ്റെ എബൗവിലും ബോട്ടത്തിലും ഒക്കെ ഇടാം. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിടാം. ഇനി ഡ്രോപ്പ് ചെയ്തിടുന്ന ഐറ്റത്തിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. അതൊക്കെ നമുക്ക് സാധ്യമാണ്.